ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ബ്രേക്ക് ദ ചെയിൻ, പ്രിവെൻഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ. 2025 ലഹരി വിരുദ്ധ സന്ദേശമാണിത്. ഇന്നത്തെ ദിവസം നമുക്കൊരു വ്യക്തിയെ പരിചയപ്പെടാം. ലിൻ സെഷു. ചൈനീസ് തത്വചിന്തകനും രാഷ്ട്രീയക്കാരനുമായിരുന്ന ലിൻ സെഷുവിനെ ഓർമ്മിക്കേണ്ട ദിവസമാണ് ജൂൺ 26. കറുപ്പ് എന്ന മയക്കുമരുന്നിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് ലിൻ സെഷു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെതിരെ ലോകം ശ്രദ്ധിച്ച വലിയ നിലപാട് തന്നെയായിരുന്നു അത്. എന്നാൽ ഈ തീരുമാനത്തെ തുടർന്ന് 1839 ചൈനയും ബ്രിട്ടനും തമ്മിൽ ഒന്നാം കറുപ്പ് യുദ്ധം, ഓപ്പിയം വാർ ഉണ്ടായി. 1856 ബ്രിട്ടനും ഫ്രാൻസും ചൈനയ്ക്കെതിരെ നടത്തിയ രണ്ടാം കറുപ്പ് യുദ്ധവും ഇതിന്റെ തുടർച്ചയായിരുന്നു. 1989 മുതൽ ഐക്യരാഷ്ട്ര സംഘടന മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത കടത്തലിനുമെതിരെ അന്താരാഷ്ട്ര ദിനാചരണം നടത്തുന്നുണ്ട്. ചൈനയിലെ ചില പ്രവിശ്യകളിൽ കറുപ്പ് വ്യാപാര ശൃംഖല ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് 1839 ജൂൺ 25 മയക്കുമരുന്ന് വ്യാപനത്തിനെതിരായ ശക്തമായ ഈ നടപടിക്ക് ശേഷമുള്ള ദിവസമായ ജൂൺ 26 മയക്കുമരുന്നിനെതിരായ പ്രതീകമായി കണക്കാക്കുന്നു. 1987 ജൂൺ 17 മുതൽ 26 വരെയായിരുന്നു മയക്കുമരുന്നിന്റെ ദുരുപയോഗത്തിനും അനധികൃത കടത്തലിനുമെതിരെയുള്ള അന്താരാഷ്ട്ര സമ്മേളനം വിയന്നയിൽ നടന്നത്. ഈ സമ്മേളനം അവസാനിച്ച ദിവസമെന്ന നിലയിലും ജൂൺ 26 പ്രാധാന്യമുണ്ട്. ലഹരിയുടെ ഉപയോഗം ഒരു കുറ്റകൃത്യം എന്നതിലപ്പുറം ഒരു രോഗാവസ്ഥയായി കണ്ട് അനുകമ്പപൂർണമായ സമീപനം സ്വീകരിക്കുക. ലഹരി മുക്തിയിലേക്ക് നയിക്കാവുന്ന ചികിത്സാ രീതിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കുറ്റങ്ങൾ വലുതാക്കാതെ ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് മാനസികാരോഗ്യം വീണ്ടെടുക്കാനുള്ള പിന്തുണ നൽകുക. വിദ്യാലയങ്ങളിലും പൊതു ഇടങ്ങളിലും ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതകൾക്ക് പോലും കണ്ടറിഞ്ഞ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. കൂടാതെ അനുകമ്പാപൂർണമായ ഇടപെടലുകളിലൂടെ ലഹരിക്ക് അടിമപ്പെട്ടവരെ അതിൻ്റെ അനന്തരഫലങ്ങൾ ബോധ്യപ്പെടുത്തി ഒപ്പം നിർത്തുക തുടങ്ങിയ ആശയങ്ങളാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ സന്ദേശത്തിൻ്റെ അന്തസത്ത.